അഭിനയിക്കുന്നത് കണ്ടപ്പോൾ രണ്ടാം സീസണിലെ രജിത്തിനെ ആര്യ, മഞ്ജു പത്രോസ്, പക്രു, ജസ്ന എന്നിവർ ചേർന്ന് ശാരീരികമായും മാനസികമായും ആക്രമിച്ചതാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. രജിത്ത് ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല, ലൈംഗിക ആരോപണങ്ങൾ നടത്തിയിട്ടില്ല. ബിൻസി, അപ്പാനി എന്നിവർ അനുമോളുടെ സെക്ഷൽ അലിഗേഷൻസും വ്യക്തിഹത്യ അല്ലെങ്കിൽ ക്യാരക്ടർ അസാസിനേഷൻ നിമിത്തം സോഷ്യൽ മീഡിയയിൽ ബാധിക്കപ്പെട്ടവരാണ്, വലിച്ചു കീറപ്പെട്ടവരാണ്. ശൈത്യ ആവട്ടെ അനുമോളുടെ കട്ടപ്പ എന്ന വിളി നിമിത്തം ധാരാളം ട്രോൾ ചെയ്യപ്പെട്ട വ്യക്തിയും. ശൈത്യ വിശ്വസ്തയായ കൂട്ടുകാരി ആയിരുന്നില്ല എന്നത് സത്യമാണ് താനും. എന്നാൽ ആര്യനും ജിസേലുമാണ് അനുവിന്റെ ലൈംഗിക ആരോപണങ്ങളുടെ യഥാർത്ഥ ഇരകൾ. അതേ തന്നെ ജിസേൽ എന്തൊക്കെ ആരോപണങ്ങളാലാണ് അല്ലെങ്കിൽ ഏതൊക്കെ വാക്കുകളാലാണ് ബാധിക്കപ്പെട്ടത്? പക്ഷേ ജിസേൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നത് വളരെ മെച്ചൂരിറ്റിയോടെ, പ്രതിപക്ഷ ബഹുമാനത്തോടെയൊക്കെ തന്നെ ആയിരിക്കും ജിസേൽ സംസാരിക്കുക. പിന്നെ ഇവരെല്ലാം പറയുന്ന ഒരു PR-ന്റെ കാര്യം. ആർക്കാണ് അവിടെ PR ഇല്ലാത്തത്? എല്ലാവർക്കും തന്നെ PR ഇല്ലേ? അതുകൊണ്ട് PR-ന്റെ കാര്യം പറഞ്ഞ് അനുമോളെ വേട്ടയാടുന്നത് ശരിയല്ല. പക്ഷേ അനുമോളുടെ ഓരോ വാക്കുകളും അനുമോളുടെ പ്രതിച്ഛായയെ തകർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതിന് വിന്നറായാലും ശരി തന്നെ അനുമോളുടെ ക്യാരക്ടർ അതെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. കൂടെ നിൽക്കുന്നവരെ ഏത് നേട്ടത്തിന് വേണ്ടിയും ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകുന്ന ആ ക്യാരക്ടർ ഒരു മനുഷ്യനും ചേർന്നതല്ല.